നമസ്കാരം. ഞാൻ അപ്പർമങ്കൊമ്പ് ക്രൈസ്റ്റ് ചർച്ചിലെ ഇടവക വികാരി ഇമ്മാനുവൽ അച്ഛനാണ്. ഞാനിത് പൊതുവെ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഒരു വീഡിയോ ചെയ്യണമെന്നല്ല. 150 വർഷമായിട്ട് ഈ പ്രദേശത്ത് ഒരു ദേവാലയമുണ്ട്. അതിന്റെ സ്ഥാപകനാണ് AF പെയിന്റർ മിഷണറിയാണ്. അദ്ദേഹം സ്ഥാപിച്ച പള്ളിയും പള്ളിക്കൂടവും ഇപ്പോഴും ഇവിടെ ഉണ്ട്. അദ്ദേഹം താമസിച്ച മിഷൻ ബംഗ്ലാവും ഇവിടെ ഉണ്ട്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹമാണ് ഈ പ്രദേശത്തുള്ള തലനാട് അമ്പാറ റോഡൊക്കെ അദ്ദേഹമാണ് അതിന് രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പള്ളിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നതായ വളരെ ദുർഘടം പിടിച്ചതായ വഴി. പ്രത്യേകിച്ച് ഇപ്പോൾ ശക്തമായ മഴയാണ്. അതിനു മുമ്പ് തന്നെ ഈ റോഡ് ഇവിടെ വളരെ അപകടം പിടിച്ച അവസ്ഥയിലേക്ക് മാറിക്കിടന്നു. അപ്പം ഇതിനു മുമ്പ് ഇവിടെയും മറ്റുള്ളതായ രാഷ്ട്രീയ നേതാക്കന്മാർ, MP, MLA നമ്മുടെ ദേശത്തുണ്ട്. പക്ഷെ ഈ ദേശത്തിന് വേണ്ടി നല്ലൊരു റോഡ് ഉണ്ടാകുവാനായിട്ട് അവർക്ക് മനസ്സ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. വളരെ അപകടം പിടിച്ചതായ വഴിയാണ്. ഇതില് വരുന്നതായ പള്ളിയിലേക്ക് വരുന്നവരും മറ്റുള്ള താമസക്കാരൊക്കെ വളരെ പേടിച്ചാണ് ഈ വഴിയിൽ വരുന്നത്. ചെറിയ ഒരു വഴിയാണ്. ഇപ്പോൾ ഇതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ വഴി കിടക്കുന്നത്. അതുകൊണ്ട് അധികാരികളുടെ കണ്ണ് തുറക്കണം എന്നതാണ്. നമ്മള് രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാര് ഈ വഴി ഒന്ന് കാണണം. ഇത് അടിയന്തരമായിട്ട് ഇത് വഴി നന്നാക്കേണ്ടതായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ വഴിയിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. വളരെ അതുകൊണ്ട് അധികാരികളുടെ കണ്ണ് തുറക്കണം. ഇതിന് പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞാൻ അതിന് എതിരായിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായിട്ട് ഒരു പോരാട്ടം നടത്താനായിട്ടാണ് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ആളുകളുടേതായ ഒരു സഹായം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വന്നാലേ ഒക്കത്തുള്ളൂ. ഇത്ര വർഷമായിട്ടും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനകരമായ ഒരു കാര്യം. ഇവിടെ താമസിക്കുന്നവരും ഈ പള്ളിയിലേക്ക് വരുന്നവരെല്ലാവരും മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വികസനം ഒരു ദേശത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. റോഡ്, പ്രത്യേകിച്ച് ആശുപത്രി, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അധികാരികളുടെ കണ്ണ് തുറക്കണം. അല്ലാതെ പക്ഷത്ത് ഇതിനെതിരായിട്ടുള്ളതായ പോരാട്ടം നടത്താനായിട്ടാണ് ഞാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ എത്രയും വേഗം കണ്ണു തുറക്കുകയും ഈ ദേശത്തിലെ നല്ലൊരു റോഡ് ഉണ്ടാകണം എന്നതും കൂടെ. വളരെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടതായ രീതിയിൽ നല്ല കനത്തില് അല്ല ചെയ്തിരിക്കുന്നത്. സൈഡ് ഓടയില്ല. അപ്പൊ ഇങ്ങനെ റോഡ് ഇത് എപ്പം വേണമെങ്കിലും ഇവിടെ പൊട്ടി പരഞ്ഞു പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് എന്തോ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയല്ല, അത് നല്ല രീതിയിലാണ് ചെയ്യേണ്ടത്. സൈഡ് ഒരു വണ്ടി വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ്. ഓടയില്ല. ഇങ്ങനെ ദുർഘടം പിടിച്ച റോഡും കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല റോഡ് ഉണ്ടാകണം. അത് നല്ല രീതിയിലുള്ള റോഡ് ഉണ്ടാകണം. അതാണ് അധികാരികൾ, ഇതിന് ഉത്തരവാദിത്തപ്പെട്ടതായ അധികാരികൾ എത്രയും വേഗം ഇതിന് തക്കതായ ഒരു കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഞാൻ വീണ്ടും. അതുപോലെ തന്നെ നിങ്ങളിത് കാണണം. ഈ വഴിയുടെ അവസ്ഥയാണ് ഇത്രമാത്രം മോശപ്പെട്ട ഒരു വഴിയാണ്. അപ്പൊ ഇതില് എന്തുകൊണ്ടാണ് ഇത്ര വർഷങ്ങളായിട്ടും ഇവിടെ ഈ വഴി അധികാരികൾ, ഇതിന് ഉത്തരവാദിത്തപ്പെട്ടതായ അധികാരികൾ ചെയ്തു തരാത്ത എന്നത് വളരെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. ജനങ്ങളുടെ കാലകാലങ്ങളിൽ വരുന്നതായ, അതായത് വോട്ട് മാത്രം മതിയോ എന്നതാണ് നോക്കണം. ഇതില് എങ്ങനെയാണ് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നത്, നിങ്ങൾ ഒന്ന് നോക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലൊരു മാറ്റം വന്നാലേ ഒക്കത്തുള്ളൂ, അധികാരികളുടെ കണ്ണ് തുറന്നാലേ ഒക്കത്തുള്ളൂ എന്നതുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതില് യാത്ര ചെയ്യാൻ പറ്റാത്ത വഴിയാണ്, അതുപോലെ കിടക്കുകയാണ്. അധികാരികൾ ഇതിന് വേണ്ടതായ നടപടികൾ എത്രയും വേഗം ചെയ്തു തരണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. നോക്കണം, നമ്മുടെ ഒരു വാഹനം തന്നെയാണ് വരുന്നത്. എന്തുമാത്രം കഷ്ടപ്പെട്ട അതിൽ വരുന്നെന്ന് മനസ്സിലാക്കുക. വളരെ അപകടം പിടിച്ച വഴിയാണ്.
ആ ഒരു വഴിയിലാണ് ഈ വാഹനം വരുന്നത്. വണ്ടി കയറാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പവറുള്ള വണ്ടിയാണ്, പക്ഷെ വണ്ടി കയറാനായിട്ട് അത്രമാത്രം പ്രയാസപ്പെടുന്നു. വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിലൊരു തീരുമാനം ഉണ്ടായാലേ ഒക്കത്തുള്ളൂ എന്നതും കൂടെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്.